ഓഗസ്റ്റ് 10-ാം തീയതി ഈ സോഫയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പം ഞാനത് ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് രണ്ട് ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, ഞാനൊരു സൂപ്പർ കേപ്പബിൾ മാനുഫാക്ചർ ആണെന്ന് നിങ്ങളെ അറിയിക്കണം. ഒന്ന്. സെക്കൻഡ്, നിങ്ങൾക്കൊരു വിഷ്വൽ ട്രീറ്റ് കൊടുക്കണം ഈ സോഫ വെച്ചിട്ട് എന്നുള്ള രണ്ട് ഇൻറ്റൻഷനാണ് ഞാനത് ചെയ്തത്. അപ്പം ഞാനത് പറഞ്ഞിരുന്നു, ഇത് സെയിലിനല്ല, ഇതെൻ്റെ ഒരു R&D വർക്കാണ്, ഇതെൻ്റെ ഒരു കോമ്പറ്റീറ്ററും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, ഞാൻ ചലഞ്ച് ചെയ്യാൻ ഇത് ആരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ആയതിനു ശേഷം കുറച്ച് ഞാൻ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നടന്നു. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒത്തിരി പേരെന്നെ വിളിച്ചു, 100-ലധികം പേരെന്നെ വിളിച്ചു. ഇതിൽ UK, USA, സിംഗപ്പൂർ, മലേഷ്യ, ശ്രീലങ്ക, ദെൻ മിഡിൽ ഈസ്റ്റ്, ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരി പേരെന്നെ വിളിച്ചു. ഇന്ത്യയിൽ നിന്നാണെങ്കിൽ നമ്മുടെ കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഇവിടെ നിന്നൊക്കെ ഒത്തിരി പേരെന്നെ വിളിച്ചു. അപ്പോൾ എല്ലാവരും വിളിച്ച് കോമൺ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നോട്. ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ സൈസൊക്കെ അന്ന് കുറേയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, എന്നാലും സ്പെസിഫിക് ആയിട്ട് അത് ശ്രദ്ധിക്കാതെ ഒത്തിരി പേരെന്നോട് ചോദിച്ചത്, എന്താണ് സൈസ്, കണ്ടിട്ട് വലുതുപോലെ ഉണ്ടല്ലോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഒന്ന്. സെക്കൻഡ്, ഇതിൽ എന്താണ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ഞാൻ ആ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പ്രത്യേകിച്ച് അവർ ചോദിച്ചത് എന്താ മെറ്റീരിയലാണ്, ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ട് എന്താണ്, ഇതിൻ്റെ വാറണ്ടി എന്താണ് എന്നൊക്കെ പല ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ആദ്യം ഇതിനെപ്പറ്റി ആ ക്വസ്റ്റ്യൻസിന് ഒരു മറുപടി പറയാം. ഈ ഡ്യൂറബിലിറ്റിക്ക് ഞാൻ ലൈഫ് ടൈം ഡിജിറ്റൽ വാറണ്ടിയാണ് ഈ സോഫയ്ക്ക് കൊടുക്കുന്നത്. പോയിട്ട് ഈ സീറ്റിലിട്ടിരിക്കുന്നത് 50 ഡെൻസിറ്റി മെമ്മറി ഫോമാണ്. ഇതിന് ഞാൻ 10 ഇയേഴ്സാണ് വാറണ്ടി കൊടുക്കുന്നത്. ഈ ലോകത്ത് ആരും ഒരു ഫർണിച്ചർ മാനുഫാക്ചറും ഫോമിന് വാറണ്ടിയെ കൊടുക്കില്ല, പക്ഷേ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മെറ്റീരിയൽ ഞാൻ ഓൾറെഡി അതിൽ പറഞ്ഞിരുന്നു, ഒരു വാട്ടർ റിപ്പല്ലൻ്റ് ലെതർ ആൻഡ് ഫാബ്രിക് മിക്സ് മെറ്റീരിയലാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈസ്, ഇത് 60 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് ഇത് 22 ഇഞ്ചാണ്. ഇത് ഓൾമോസ്റ്റ് 3 ഫീറ്റ് വിട്ട് വരുന്നുണ്ട്. എന്നോട് ചോദിച്ച ആളുകൾ, പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യൻസ് അല്ലാത്ത മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നൊക്കെ ഒരു 4-5 പേര് എന്നോട് ചോദിച്ചത്, ഇതിൻ്റെ വെയിറ്റ് എത്രയാണ്. അതെന്തിനാന്ന് പറഞ്ഞാൽ, അവരിതിനെ ഷിപ്പ് ചെയ്ത് പുറത്ത് കൊണ്ടുപോകാനാണ് ഈ വെയിറ്റ് ചോദിച്ചത്. അതെനിക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഞാൻ ഇന്നലെ ഇതിനെ വെയ് ബ്രിഡ്ജിൽ പോയി വെയിറ്റ് ഇട്ടു. അപ്പോൾ ഇത് 80 കിലോ ഉണ്ട്. ഈ സാധനം 80 കിലോ ഉണ്ട്. പിന്നെ എന്നോട് വിളിച്ചവരെല്ലാവരും പ്രത്യക്ഷത്തിൽ എല്ലാവരും വാങ്ങിക്കാൻ റെഡിയാണ്. പക്ഷേ ഒരു 80% ആളുകൾ ഇതിൻ്റെ സൈസ് നമ്മൾ പറഞ്ഞു വരുമ്പം അവരുടെ റൂമിനകത്ത് ഇടാൻ പറ്റില്ല, അത്രയും വലുതാണ്. പിന്നെ ഒരു 20% ആളുകൾ വാങ്ങിക്കാൻ റെഡിയാണ്, അവർ അഡ്വാൻസ് എനിക്ക് തരാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ ഞാൻ അഡ്വാൻസ് വാങ്ങിക്കില്ല. അതെന്താ പറഞ്ഞത്, ഇതിൻ്റെ 3+2+ ടി ടേബിൾ ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓൾമോസ്റ്റ് ഇനി 60 ഡേയ്സ് ആവും ഇത് പൂർത്തിയായി ഇവിടെ വരാൻ. വന്നതിന് ശേഷം ഞാനിത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഈ എന്നോട് വാങ്ങിക്കാൻ റെഡിയായി നിൽക്കുന്നവരൊക്കെ വരട്ടെ, വാങ്ങിക്കേണ്ടാത്തവരും വരട്ടെ, വന്ന് ഇത് നോക്ക്, ഇത് കണ്ട് ഇത് ആസ്വദിക്കാം, ഇരുന്ന് നോക്കാം, ഇത് മനസ്സിലാക്കാം, പിന്നെ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ എനിക്ക് പിന്നെ ഒരു തോട്ട് ഇതിൽ വന്നതെന്ന് പറഞ്ഞാൽ, ഇത്രയും പേർക്ക് ഇത് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവരുടെ വീട്ടിനകത്ത് ഇത് ഇടാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ എനിക്ക് ആസ് എ മാനുഫാക്ചറർ, പാഷനേറ്റ് മാനുഫാക്ചറർ, എനിക്ക് തോന്നി, ഇതിന് എന്തുകൊണ്ട് ഈ സോഫ, ഇത് നോർമൽ സൈസ് സോഫ ആണല്ലോ, ഇതുപോലെ ഒരു സൈസിൽ എന്തുകൊണ്ട് ഇതിനെ ചെയ്യരുത് എന്നെൻ്റെ മനസ്സിൽ തോട്ട് വന്നതുകൊണ്ട് ഞാനൊരു 2 ദിവസമായിട്ട് അതിനെ ആലോചിച്ച് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുകയാണ്. ഈ സൈസിൽ ഇതിനെ മാറ്റി മെഗാ സൈസിൽ, ഇതേപോലെ സൈസിന് വാങ്ങിക്കാനുള്ളവർക്ക് അങ്ങനെ കൊടുക്കണം, നോർമൽ സൈസിന് വാങ്ങിച്ച് അവരുടെ സ്പേസിന് യോജിക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷനോടെ ഞാൻ ഇതിൻ്റെ വർക്ക് ആരംഭിച്ച് കഴിഞ്ഞു. അപ്പം മേ ബി ഇതിൻ്റെ ടൈം ലൈൻ എനിക്ക് പറയാൻ അറിയില്ല, കാരണം ഇതൊന്നും അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളല്ല. ഇതൊക്കെ ചെയ്ത് കൊണ്ട് വെച്ചിട്ട് ഇതെല്ലാം എന്നെ വിളിച്ചവരെയും ആഗ്രഹിച്ചവരെയും എല്ലാവരും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ ഞാൻ വിളിക്കും. ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് വേറെ ഫർണിച്ചർ വാങ്ങിച്ചാലും അവരെ വന്ന് കാണാൻ പറയും, വാങ്ങിക്കണമെങ്കിൽ വന്ന് കാണാൻ പറയും. വന്ന് ഇരുന്ന് നോക്കി കണ്ട് വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും യു ക്യാൻ ഹാവ് എ വിഷ്വൽ ട്രീറ്റ്. ഓക്കെ. അപ്പം ഞാൻ എപ്പോഴും വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവം ഇതിലുണ്ടായി.
ചെന്നൈയിൽ നിന്ന് എൻ്റെ അടുത്തൊരു 4 പേര് എന്നെ വിളിച്ചിരുന്നു. 4 പേരും ഏകദേശം ഒരേ കാര്യം പറഞ്ഞു. എന്താന്ന് പറഞ്ഞാൽ അവർ ചൈനയിൽ പോയി ഇതേ സെയിം മോഡൽ അവർ വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷെ അവരൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു 6 വർഷം ടൈമിനകത്ത് ഈ വുഡൻ ഫ്രെയിമൊക്കെ ടെർമേറ്റ് ബൈറ്റ് ചെയ്ത് ഡാമേജ് ആയിപ്പോയെന്ന് അവർ പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ അറിയില്ല, എനിക്കതിനെപ്പറ്റി അറിയില്ല. പക്ഷെ അവർ പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ എൻ്റെ അടുത്ത് വാങ്ങിക്കണമെന്നൊരു താല്പര്യം. അതെന്താ താല്പര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ടും ഞാനൊരു മാനുഫാക്ചർ ആണെന്നുള്ള ഒരു ബോധ്യം അവർക്ക് വന്നതുകൊണ്ടും, അത് മാത്രമല്ല ഞാൻ എൻ്റെ എല്ലാ റീൽസിലും ഞാൻ പറയാറുണ്ട് എൻ്റെ ഗൂഗിൾ റിവ്യൂ പോയി നോക്കാൻ. അങ്ങനെ അവർ ഗൂഗിൾ റിവ്യൂ ചെക്ക് ചെയ്തപ്പം ഓക്കെ എൻ്റെ അടുത്ത് വാങ്ങിക്കണം, എൻ്റെ ലൈഫ് ടൈം ഡിജിറ്റൽ വാറണ്ടി കാർഡുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു യുണീക്ക് ഫീച്ചർ ആരും ചെയ്യാത്ത കാര്യങ്ങളുള്ളതുകൊണ്ട് അവർ വാങ്ങിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ അഡ്വാൻസ് ഒന്നും വാങ്ങിച്ചില്ല, അത് എൻ്റെ ഒരു നേച്ചറല്ല. അപ്പോൾ എൻ്റെ പേജ് ഫോളോ ചെയ്യുക, അപ്കമിങ് വീഡിയോസ് കാണാം. ഞാൻ ഇനിയും ഫ്യൂച്ചറിൽ കൂടുതൽ മാനുഫാക്ചറിങ് ബേസ്ഡ് ആയിട്ട് ഇൻഫർമേറ്റീവായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഫർണിച്ചർ വാങ്ങിക്കാൻ പോകുന്നവർക്ക് അറിയാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയും. അതൊക്കെ നിങ്ങൾക്ക് കാണാം. കൂടാതെ ഓഫേഴ്സും ഞാൻ ഇടുന്നുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ എന്നെ വിളിക്കാം. ഇതിന് സംബന്ധമായിട്ടോ ഫർണിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും എന്നെ വിളിക്കാം. എൻ്റെ നമ്പറാണ് ഇതിൽ കാണുന്നത്. പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 3-4 പേര് എനിക്ക് ഓർഡർ തന്നിരിക്കുകയാണ് ഈ സോഫ കണ്ടിട്ട്, വേറെ മോഡൽ. അതെന്താന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ചില മോഡൽ കൊണ്ട് പല മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തും അവർ സമീപിച്ചപ്പം അവർ ഇത് ചെയ്തു കൊടുക്കാൻ തൽപരരല്ലെന്ന് ഇവർക്ക് തോന്നിയതുകൊണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. അങ്ങനെ ഇത് 2 ദിവസത്തിനകത്ത് എൻ്റെ അടുത്ത് വന്ന് ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ എടുത്തിരിക്കുകയാണ്. അതെനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആരും ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് തന്നെ നടന്നല്ലോ. അങ്ങനെ അതിൻ്റെ മാനുഫാക്ചറിങ് നടക്കണം. അതെല്ലാം ഫിനിഷ് ആയതിനു ശേഷം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ എല്ലാം നിങ്ങളെ കാണിക്കാം ഓരോ സമയങ്ങളിൽ. പിന്നെ എനിക്ക് പറയാനുള്ള, എന്നോട് മാനുഫാക്ചറിങ് ചെയ്യാൻ സാധനം തരുന്നവർ, ഞാൻ മാനുഫാക്ചർ ചെയ്യുന്നല്ല, നമുക്ക് ഒരുമിച്ച് മാനുഫാക്ചർ ചെയ്യാൻ നിങ്ങളുടെ ഫർണിച്ചറിനെ അതിൻ്റെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് നിങ്ങളെ ഞാൻ കാണിക്കാം. അതിൻ്റെ ക്വാളിറ്റി എന്താണ്, എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ബെസ്റ്റ് ഫർണിച്ചർ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് ഇടാൻ പറ്റും. ഐ ഗ്യാരണ്ടി.